ഇവിടെ പുഴു മത്തങ്ങയുടെ അടുത്ത് വന്ന് രണ്ട് മുട്ടുമുട്ടി ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കുറച്ചുനേരം വെയിറ്റ് ചെയ്തിട്ടും ആരെയും കാണുന്നില്ല. അപ്പോൾ പുഴു മത്തങ്ങയുടെ ഉള്ളിൽ കയറി അവിടെ സുഖിച്ച് കിടക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഒരു മനുഷ്യൻ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. വാതിൽ തുറക്കുന്ന ഒച്ച കേട്ട് പുഴു തലപൊക്കി നോക്കി. അവൻ അയാളെ കണ്ടു. ആ മനുഷ്യൻ അവിടെ ഇരുന്ന ആപ്പിളിന്റെ കൊട്ടയെടുത്ത് നേരെ ഉരുളക്കിഴങ്ങിന്റെ കൊട്ടയുടെ മുകളിൽ വെച്ചു. അയാൾ അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവുകയാണ്. പുഴു വേഗം മത്തങ്ങയിൽ നിന്നും ഇറങ്ങി വന്ന് അരിച്ചരിച്ച് അവിടെ ഇരുന്ന ഒരു ടിന്നിന് ഒരു തട്ടും ഒരു തള്ളും വെച്ചുകൊടുത്തു. ടിൻ ഉരുണ്ടുരുണ്ട് താഴെ പോയി. അത് മരക്കഷ്ണങ്ങളിലും പാത്രത്തിലും തട്ടി വലിയ ശബ്ദമുണ്ടാവുകയാണ്. അയാൾ രണ്ട് കൊട്ടയും പൊക്കി പിടിച്ചു പോകുമ്പോഴാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഈ എലിശല്യം കാരണം സ്വൈരമില്ല എന്ന് പറഞ്ഞ് അയാൾ കൊട്ടകൾ അവിടെ വെച്ചു. സൗണ്ട് കേട്ട ഭാഗത്തേക്ക് പോയി നോക്കുകയാണ്. ആ സമയം ആപ്പിളിന്റെയും ഉരുളക്കിഴങ്ങിന്റെയും ഉള്ളിലുള്ള പുഴുക്കളെല്ലാം ഓടി ഒളിക്കാൻ തുടങ്ങി. എലിയെ കാണുന്നില്ലല്ലോ. മാർക്കറ്റിൽ നിന്നും നാളെ വരുമ്പോൾ ഒരു വലിയ എലിക്കണി തന്നെ വാങ്ങണമെന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു നടന്നു. അയാളുടെ കണ്ണിൽപ്പെടാതെ പുഴുക്കളെല്ലാം മൂലയ്ക്ക് പോയി ഒളിച്ചു നിൽക്കുക. അയാൾ വന്ന് ആ കൊട്ടകളെല്ലാം എടുത്തു പൊക്കി പുറത്തു വെച്ചു. ഡോർ അടച്ചു. പിന്നീട് എല്ലാ പുഴുക്കളും അവിടെ ആകെ ഉണ്ടായിരുന്ന മത്തന്റെ ഉള്ളിൽ കയറിയിരുന്ന് അതും കഴിച്ച് സുഖിച്ചുറങ്ങാൻ തുടങ്ങി. അവസാനം ബാക്കിയുള്ളവരുടെ കൂർക്കം വലി കാരണം അതിലുള്ള പുഴുവിന് ഉറക്കവും വരാതായി.